മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ എൻട്രൻസ് എഴുതുന്ന കാര്യം ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നുമൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടം മേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചൊവ്വുള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ ഭേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്. അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യമേ, അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിലിരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത്, ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പം വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാൻ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ? ഹേയ്, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ ഊണ് കഴിക്കാം. അങ്ങനെ ജാക്കി വേലായുധന്റെ ഒരു ദിവസം പോയി കിട്ടി. ഇനി വന്നേ, എന്റെ കാശൊന്നും ഇല്ല കേട്ടോ. നീ നമ്മുടെ പയ്യനല്ലേ, നീ നിന്റെ ചങ്കി തൊട്ട് പറ. എന്നെ വിശ്വാസം ഇല്ലേ? നീ എന്നൊന്ന് മിണ്ടാതിരിക്കുന്നേ. പൈസ നാളെ മതി, എന്നാ നീ വിട്ടോ. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ എടാ, എന്റെ കാശില്ലഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തരുവോ? ഓക്കെ വിട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ റൈറ്റ്, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഇതെന്താ ലെനക്കുട്ടിയായിരുന്നു മോളെ. ആശാൻ ഇച്ചിരി പൂസ. ആശാന്റെ പേരിൽ പ്രശ്നം വല്ലതുണ്ടോ? എൻ്റെ പേര് ഇനി കേസുണ്ടായാൽ എന്നാ ചോദിക്കാനും പറയാനും ഈ ആശാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലൊരു മോൾ എനിക്കുണ്ടായിരുന്ന കഥയൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കെട്ടിയോള് ചൊവ്വില്ലാതായിപ്പോയി മോളെ. ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിയനായതല്ല. രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഇവിടെ വിലയില്ലാതായിപ്പോയി. ഓരോരുത്തരുടെ കുറവ് മുതലെടുത്ത് അവസാനം കുപ്പത്തൊട്ടിലെറിയും. അതായി ലോകം. എൻ്റെ മക്കളിങ്ങ് വന്നേ. ഇത് ആശാൻ ടച്ചിസിങ്ങിന് മേടിച്ചതാണെങ്കിലും എൻ്റെ മോളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരട്ടെ. വേണ്ട വേണ്ട ആശാനെ. അങ്ങനെ എൻ്റെ പൊന്നുമോള് പറയരുത്, ഞാൻ കൂടൂല. പിടി. ആശാനത്തിരി കഞ്ഞി കൊണ്ട് വരട്ടെ. ഈ വയറ്റിൽ കഞ്ഞി അലർജിയാ മോളെ. വേഗാത്ത ചോറ് വെന്ത് കിട്ടുന്നല്ലാതെ എനിക്കൊരു ഗുണവുമില്ല. നന്ദിയുണ്ട്, നിങ്ങളെങ്കിലും ചോദിച്ചല്ലോ കഞ്ഞി കുടിക്കുന്നോന്ന്. ഈ വന്നേ. ഇവളുണ്ടല്ലോ, ഇവളെ നമുക്കൊരു ഡോക്ടറാക്കണം. ഇവിടെ അപ്പം 10 വീട് പോയി പണി നോക്കാൻ പറ. എൻ്റെ കുഞ്ഞിനെ ആശാൻ പഠിപ്പിക്കും. ഈ മഞ്ഞു കൊള്ളണ്ട. എൻ്റെ മക്കൾ പോയി കിടക്ക്. ചെല്ല് തലേ കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോവും. ചെല്ലു മോളെ. ആശാനും ഇവിടെ എവിടെയല്ലോ ഒന്ന് ചുരുണ്ട് കൂടട്ടെ. മിട്ടു, വണ്ടിക്ക് ക്ലച്ചും ബ്രേക്കും കുറവാ. നീ ഒന്ന് നോക്കണേടാ. ഒന്ന് പണിതോണ്ടിരിക്കല്ലേ, വണ്ടി ഇട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അളിയാ, ഒന്ന് വേഗം ചെയ്ത് തരണേടാ. ഓട്ടോ ഉള്ളതാ, അല്ല നമ്മൾ പട്ടിണിയാവും. ആ നോക്കാടേ. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട് ബായ്. പെട്ടെന്ന് ആളെ കണ്ടില്ല. ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ദേ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ച വേലായുധനാശാന്റെ വർക്ക്ഷോപ്പ്. ആ ഇതാരാ? അതൊന്നും എനിക്കറിയില്ല, വഴി വെച്ച് കണ്ടതാ. നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഓക്കെ, അപ്പം ശരി എന്നാ.
ആശാനെ കാണാൻ വന്നതാണോ? അതെ, പക്ഷെ ആശാന് മുൻപരിചയമൊന്നുമില്ല. ഇവിടെ അടുത്തൊരു കടയിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. വരുമാനം തീരെ കുറവാ. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. ഓ അത് ശരി. ഏതായാലും എൻ്റെ അടുത്ത് വന്ന് ചേർന്നത് നന്നായി. പപ്പേട്ടിൻ്റെ അടുത്ത് എങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേനെ. അതൊക്കെ പോട്ടെ, പണി വല്ലതും അറിയാവോ? വർക്ക്ഷോപ്പിൽ ഇതുവരെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഓ. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. പേരെന്താ? ശരൺ. എൻ്റെ പേര് മിട്ടു. ആശാന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എടാ, ഒരാളെ കൂടെ നിർത്താൻ ഇത് വലിയ വർക്ക്ഷോപ്പൊന്നും അല്ല. പണിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. വേലായുധരാശാൻ അറിയുന്നവരൊക്കെ എനിക്കിട്ട് പണിതിട്ടേ പോവും. അല്ല, കാണാൻ കുറച്ച് വർക്കത്തിലെന്ന് കരുതി പണിക്കൂലിയുടെ കാര്യത്തിൽ ബംഗാളിയെക്കാളും തീരെ കുറവാ. ഈ വേലായുധനാശാനെ അറിയാവുന്നവരൊക്കെ കടവും പറഞ്ഞിട്ട് അങ്ങ് പോവും. താനങ്ങ് ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ, എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? യോഗിനാണെന്ന് കണ്ടാ തോന്നൂലോ. അല്ല, വേറെ പണിയൊന്നും താൻ തേടിയില്ലേ? ഇല്ല ആശാനെ. അതെന്നെ അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാണ്ടല്ല, അതിന് വല്ല പഠിത്തം വേണ്ട ആശാനെ. കുറഞ്ഞൊരു 10ാം ക്ലാസ്സെങ്കിലും ഉണ്ടോ? ആ, ആള് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസമെങ്കിലും നിർത്താം ആശാനെ. നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂലിയൊന്നും ഇപ്പം തരത്തില്ല. തന്നെ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. അത് മതി ആശാനെ. ആ, പിന്നെ കിടക്കാനാണെങ്കിൽ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് AC റൂം വേണം, എനിക്ക് കംഫർട്ട് ബെഡ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തരത്തില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കൂടെ ദൈവനും കാണും. ഇതുപോലെ പണ്ടൊരുത്തൻ ഇവിടെ നിന്നിട്ട് എൻ്റെ ജാക്കി ഉൾപ്പെടെ പലതും അടിച്ചുകൊണ്ട് പോയതാ. അങ്ങനെ അങ്ങാണ് സംഭവിച്ചാ എൻ്റെ തനി സ്വഭാവം താൻ തിരിച്ചറിയും. പറഞ്ഞേക്കാം. ഒരിക്കലും ഇല്ല ആശാനെ. ഞാനൊരു ബുദ്ധിമുട്ട് ആശാൻ ഉണ്ടാക്കില്ല. ഇവനെ കൂടാതെ വേറൊരു വേട്ടാവളിയും കൂടിയുണ്ട് ഇവിടെ. അവനെ കൂടെ കിടത്തുന്നത് നീ സൂക്ഷിച്ചോണം. ഇവനെല്ലാം പറഞ്ഞു തരും. വിളിച്ചോണ്ട് പോ. അല്ല, നീ കള്ളു കുടിക്കോ? കള്ളു കുടിക്കില്ല ആശാനെ. അപ്പം നിന്നെ ഈ വർക്ക്ഷോപ്പിന് ആവശ്യമില്ല. എടാ, കള്ളു കുടിക്കാത്ത ഒരുത്തനെ എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും? ആശാനെ വിളിച്ചോണ്ട് പോ. വാ നടക്ക. ഞാൻ പറഞ്ഞില്ലേ ആശാ സമ്മതിക്കൊന്നു. എവിടാ പാന്ന പൂസാൻ? അയാളോട് പറഞ്ഞേരെ ദേവിക്ക് ജാമ്യം കിട്ടിയെന്ന്. പോലീസ് സ്റ്റേഷൻ കുറെ കണ്ടതാ. ആശാനെ ദേവിച്ചായ വന്നിരിക്കുന്നു. അമ്മച്ചി, അപ്പച്ചൻ വർഷപ്പൊന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. ആ മനുഷ്യൻ ആർക്ക് സ്വൈരം കൊടുക്കൂലെന്നാ തോന്നുന്നത്. നീ വാ. കേട്ടടാ, കിടന്ന് കുറയ്ക്കാതെ. ബേബിക്ക് മത്ത് പിടിച്ചെന്ന് എനിക്കറിയാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കായിരുന്നു. ബേബിക്ക് ആരുടെ അവതാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് നല്ല പിടിയുണ്ട് മുകളില്. ആശാൻ ഇതുവരെ മനസ്സിലായാലും തോന്നുന്നു. പിന്നെ നിന്റെ പിടിക്കിച്ചിരി ഊക്ക് കൂടുതലാ. എടാ, മാനവ മര്യാദക്ക് ജീവിക്കാൻ നോക്കണം. എണ്ടി തിരിഞ്ഞങ്ങ് നടക്കുക. നിന്നോളം വളർന്നൊരു മോളില്ലേ നിനക്ക്? ഇങ്ങോട്ട് മാറിക്കേ. അതേ, സൃഷ്ടിച്ചാ മാത്രം പോരാ, ഉണ്ണാനും ഉടുക്കാനും അല്പം മനസ്സമാധാനം കൊടുക്കണം. തന്തേ അതും പറഞ്ഞ് നടക്കുക. ആശാനെ, ആശാൻ എന്തിനാ ഈ കാലമാടനോട് സംസാരിക്കുന്നത്? കയ്യൊക്കുള്ളവരുണ്ടല്ലോ ഇവിടെ. ആ ചെകിട്ടത്തൊന്ന് കൊടുത്തിട്ട് പുറത്തിറക്കി ഇവിടെ ഇയാളെ. മോളെ, നീ ഇവരുടെയൊക്കെ ധൈര്യത്തിലെ കിടന്ന് വിളയുന്നെന്ന് എനിക്ക് അറിയാം. നിന്നെ ഭൂമിക്ക് വേണ്ടി വെച്ചക്കത്തിലടി. കുറച്ച് നാളായി ഇതേ സഹിക്കുക. എന്റെ നാശം കാണാൻ വേണ്ടിട്ട് ഇവിടെ കാത്തിരിക്കുക. മാറടി. വർക്ക്ഷോപ്പിലെ കൂത്താട്ടം കുറെ കാലമായി നിന്നെ സഹിക്കുന്നത്. മാറിക്കടി. നിന്നെ കൊന്നാലും എന്നോട് ആരും ചോദിക്കത്തടി.